السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الحبيب الله القدر العظيم الجاه وعلى آله وصحبه وسلم تسليما بقدر ذاتك في كل وقت وحين. أما بعد، بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا. صدق الله المولانا العظيم. تبرك بالقرآن فهو كلام الله. صدق رسول الله صلى الله عليه وسلم. മക്കളെ ഷഫിക്കൽ സോദര, തെറ്റുള്ളത് അത് നിന്നെ നീ തന്നെങ്കിലും കേസുള്ളത്. അതുമാത്രമല്ല, നീ സ്വന്തം മുതലിൽ തന്നെയും പാടില്ലൊരിക്കലുമേ ഹദീസാണൊക്കെയും. നിനക്കുള്ള പ്രാർത്ഥന കൊണ്ട് നിന്റെ മക്കൾ വളരേണ്ടത്. ഇടമയ ലഭിച്ചാൽ ചെടികളും തളക്കുന്നതാ. പേച്ചെന്ന് കണ്ടാൽ കൈയുയർത്തി തേടണം. അത് മാത്രമല്ല, ശരിക്ക് ഭാരമേൽപ്പിക്കണം. എന്നാൽ നിനക്ക് ഫലപ്പെടുന്നൊരു രീതിയിൽ അള്ളാഹു തന്നെ ശരിപ്പെടുത്തും ഭാവിയിൽ. മക്കൾ നന്നായിരുന്നാൽ ലാഭം നിനക്കെന്നെന്നും, അല്ലാതിരുന്നാൽ ഭാരമാ പിന്നെന്തെന്നും. വാലമ സയ്യിദുനാ മൗലാന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, മക്കളെ ആഖിറത്തുള്ള ആസ്തി അങ്ങനെ ആക്കടോ. നിങ്ങളെ മക്കളോട് നമുക്ക് എന്തൊരുള്ള ബാധ്യത, നിങ്ങളെ കടമ എന്തോ എന്ന് ഒരുപാട് കേട്ട. അപ്പോൾ മക്കളെ ಶಾಪವಿಕೋದಿರ മക്ക എന്താക്കിയാരെങ്കിലും മക്കളെ ഭാരി ജാഗ്രത ആക്കണം. 10-15 വർഷത്തോളം, അതായത് ബാല്യകാവുടത്തോളം ഒരൊറ്റ ഞങ്ങളെ കൊണ്ട് എന്തും ബെടക്ക് ചെന്ന് പോയെങ്കിൽ അള്ളാഹു സ്വീകരിക്കട. ഉമ്മം ബാപ്പോ ബെടക്ക് ചെന്തെങ്കിലും അല്ല സ്വീകരിക്കട, നല്ലത് ചിന്തയും സ്വീകരിക്കട. അതുകൊണ്ട് ഭാരി ജാഗ്രത ആക്കുള്ള ഒന്നു മക്കളെ എന്തായെങ്കിലും നിലക്കും ബെടക്ക് ചെന്ന് പോയിട്ട് അതേ ഫലം ആവിടും. കാരണം ദൂവത്ത് ഉത്തരവുള്ള ടൈം ഉണ്ടായിട്ടെങ്കിൽ പിന്നെ അത് സ്വീകരിച്ചത് പിന്നെ കൈക്കടിക്കണം. ഞങ്ങൾ ചെന്നിട്ടേ ഞങ്ങളെ മക്കളെ ബെടക്കാക്കണം. ഞങ്ങളെ കൊണ്ടേ ബെടക്കായോ പിന്നെ ഞങ്ങൾ കൈ കടിച്ചിട്ട് എന്തും പ്രയോജനമില്ല. അങ്ങ് നല്ല ആയിട്ടെങ്കിൽ ഞങ്ങൾ ധാരാളം ലാഭം. കുറച്ച് സമയം ബെടക്കായറുണ്ടായിട്ട് അള്ളാഹുട് ചെന്നൈത്ത് അള്ളാഹുട് 2 കൈ ഉദ്ധാക്കിയിട്ട് ദുവാറിനായിട്ടെങ്കിൽ അള്ളാഹു എന്താക്കട, പിന്നെ അതിനെ സമാക്കട. അള്ളാഹു തന്നെ ശരിപ്പെടുത്തും ഭാവിയിൽ. അള്ളാഹ് എന്താക്കട അത് സമാക്കട. എന്നാൽ മഹാനായ തവാവസത് ബൈത്തല്ല പാടിയോ. അതുകൊണ്ട് ഭാരി ജാഗ്രത ആക്കുള്ള ഒന്നു മക്കളെ എന്തായെങ്കിലും നിലക്കും ബെടക്ക് ചെന്ന് പോയി ശാപ പ്രാർത്ഥന അല്ലെങ്കിൽ ശപിക്കുമ്പോഴത്തെ എന്തും നീ ദഡ്ഡ, നീ കല്ല, നിലക്കും ചെന്ന് പോതിര. നീ നല്ലാവിടമേ ഇല്ല. ഇതെല്ലാം മക്കളെ ചെലുതാറ്. പിന്നെ അങ്ങ് നല്ലാവത് കൊണ്ട് എന്താ അവിടെ ബാപ്പ ഉമ്മ ഭയങ്കര ദുഃഖപ്പെടാറ്. ചെന്ന് പോയിട്ട് കിടാറ്. ചെന്ന് പോയത് അങ്ങ് നെനപ്പോ ഇക്കില്ല. ചെന്ന് പോയത് അങ്ങ് നെനപ്പോ ഇക്കില്ല. അതുകൊണ്ട് ഭാരി ജാഗ്രത ആക്കുള്ള ഒന്ന്. പിന്നെ കൈയുടെ പരമാവധി മക്കളെ എന്തും ചെല്ലാത്ത പോലെ വിശേഷമായി കാവലുണ്ടാക്കണം. അതുകൊണ്ട് മക്കളെന്താക്കുന്ന ഭാരി ചെല്ലത്തിന്. പിന്നെ മക്കൾക്ക് എന്തൊക്കെ ഞങ്ങളെ പോക്കും വാക്കും നിർത്തും എല്ലാം മാതൃയോഗ്യമാവണം. അതിൽ പ്രത്യേകമായി ഭക്ഷണ ഞങ്ങളെ ഉണ്ണുന്ന ടൈമിൽ ഞങ്ങളൊട്ടിയെ മക്കളെ കൂട്ടണം. ഞങ്ങളൊട്ടിയേതീ പാടണം മക്കളെ ഇപ്പോൾ ഞങ്ങളൊട്ടിയെ പെഞ്ഞൈ മക്കളിട്ട് 6 പെഞ്ഞൈ മക്കളിട്ട് ഇത് ഒട്ടു തെച്ചിട്ട് ഉണ്ണിടാറ്. അത് അല്ലാഹു ഭയങ്കര ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒട്ടു അങ്ങ് തെച്ചിട്ട് ഉണ്ടൊട്ടിക്കുമ്പോൾ അള്ളാഹുടെ കിർഫത്ത് നോട്ട് അങ്ങനെ മേൽ നല്ല ധാരാളം ചൊരിയിട്ട് അങ്ങ് ഉണ്ടിട്ട് എണിക്കണ മുതൽ അങ്ങനെ എല്ലാ ദോഷം അങ്ങനെ ചെന്നെങ്കിൽ അങ്ങനെ ബലിയങ്ങളോ സർവ്വദോഷം മക്ക പോണ ദിവസത്തിന് മേലുണ്ടായിട്ട് ആ മക്കളെ ദോഷം എല്ലാം മാഫാവിടൂ എന്ന് ചെല്ലാറ് അള്ളാൻ്റെ റസൂൽ. അതുകൊണ്ട് മക്കളെ നാലൊട്ടിയെ കൂട്ടണം. ചെമ്മ തിന്നണ്ട എന്നെന്താക്കണം. മക്കൾ ചെമ്മ തിന്നല്ലോ പ്രേരണ ഉണ്ടാകുന്നത്. കുറോട് തിന്നണം. തിന്നിട്ട് ലാഭക്കുറോട് തിന്നിട്ടെങ്കിൽ ബുദ്ധി യാറാവണം. രോഗങ്ങൾ കുറടി ആവണം. മനസ്സിന് നല്ല സമാധാനം ഉണ്ടാവണം. മനസ്സിന് നല്ല സമാധാനം
ഉണ്ടാവണം. അതുകൊണ്ട് ഇൻഷാല്ല കൈയുടെ പരമാവധി എന്താക്കണം, മക്കൾ തിന്നുന്നതിനെല്ലാം എല്ലാ ആഹാര പാനീയത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ചെന്ന് ഒരുപാട് സിസ്റ്റമുണ്ടല്ലോ, അദബ് അതെല്ലാം പഠിപ്പാടണം. രണ്ട് കൈയും കൽക്ക് പാടണം, ബായും കൽക്ക് പാടണം. ടേബിളിൽ നീക്കാണ് നിലത്തിൽ നീക്കുക ഒന്നാമത്തെ സ്ഥാനം. ഇനി ടേബിളിൽ വെച്ചിട്ട് എന്ത് തൊന്തരല്ല കറാത്ത്. പിന്നെ ചാഞ്ഞി തിരിച്ച് തിന്നുറമ, അല്ലെങ്കിൽ ഇടത്ത കയ്യിൽ തിന്നുറമ, അല്ലെങ്കിൽ കിടന്നിട്ട് തിന്നുറമ, അങ്ങനെ തിന്നാത്ത പോലെ മക്കളെ ചെറുതിക്കുമ്പോഴത്തേക്ക് കൈയുടെ പരമാവധി പഠിപ്പാട്. ഇപ്പോഴുള്ള മക്കൾ മദ്രസ പോയിട്ടുള്ളവർ പഠിച്ചുകൊണ്ടിരിക്കടാറ്. അപ്പോൾ എന്തിനാ പഠിച്ചിടാണ്ട് ഇന്നലെ കേട്ടിട്ട് മക്കളോട്ടും കേൾക്കണം, ഞങ്ങളും മക്കൾ കൈയുടെ പരമാവധി പഠിപ്പാടണം. പിന്നെ ഞങ്ങൾ ജോറിലേക്ക് പോകുന്നു സുറാക്കുമ്പോൾ അള്ളാഹു ബാരിക്കനാ ഫീമാ റസഖ്തനാ വഖിനാ അദാബന്നാർ. അള്ളാഹുവേ ഞങ്ങൾ തന്ന ഈ റിസ്ഖിൽ നീ ബറക്കത്താക്ക്, ഞങ്ങൾ നരകത്തിന് ബച്ചാവാക്ക് എന്ന് ചെന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഞങ്ങളെല്ലാം ജോറിൽ ചെല്ലണം. ബിസ്മില്ലാഹി മറന്നത് ബിസ്മില്ലാഹി അവ്വലഹു ആഖിറഹു എന്ന് ചെല്ലുകൊള്ളോ. ഇതെല്ലാം ഞങ്ങൾ പഠിപ്പാടാറ്, ഞങ്ങൾ പഠിപ്പാടും. അതുകൊണ്ട് ഓരോ പിടിച്ചുമ്പോഴും ബിസ്മി ചെല്ലാൻ സ്വന്തത്തുണ്ട്. കാരണം ആ ഷെയ്ത്താന് എല്ലാ മനുഷ്യന്മാരെ ഹലാക്കാക്കണം. ഷെയ്ത്താന് ഞങ്ങളെ മക്കളെങ്കാലും ഉൾകെട്ടിട്ടെങ്കിൽ പിന്നെ കൈയുടെ പരമാവധി പിന്നെ സമാക്കാവില്ല. അതുകൊണ്ട് കൈയുടെ പരമാവധി ഷെയ്ത്താൻ്റെ ഷറിൽ ബച്ചവാൻ പോലെ ഞങ്ങൾ മക്കളെന്താക്കണം, ചെറുതിൽ എല്ലാ അതബും പഠിപ്പാട് തിന്നു അതബും പഠിപ്പാട്ട് തിന്നത് കുറോട് തിന്നു പാടിയിട്ട് തിണ്ടൽ. പിന്നെ ഇൻഷാ അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി അതാമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്നെല്ലാം ചൊല്ലണം. സൂറത്തുൽ ലീലാഫി ഖുറൈശ് ഓതൽ സുന്നത്തുണ്ടും ഇഖ്ലാസ് സൂറത്ത് ഓതൽ സുന്നത്തുണ്ടും എല്ലാം മക്കളെ പഠിപ്പാട്ടി ധാരാളം മക്കൾ എന്താക്കണം, ദീനിയായ ചിറ്റങ്ങളെല്ലാം നാല് പോയത്തങ്ങനെ ഞങ്ങളെ കൊണ്ടങ്ങ് മാതിരിയായിട്ടെങ്കിൽ ബാപ്പന്മാർ വിശേഷമായി ബാപ്പന്മാർ മാതിരിയായിട്ടെങ്കിൽ എല്ലാ വിഷയത്തിലും എന്താവടു ഭയങ്കര പിന്നെ മക്കൾ നല്ല വളർന്നാറ്. ആ നിലക്ക് മക്കൾ എന്താക്കണം, നല്ല നിലക്ക് വളർത്തണം. മക്കളെ ചങ്ങായിമാർ ആറ് എന്നെല്ലാം ഇവിടെ ശാലയിൽ പോയിട്ടെങ്കിൽ ഭയങ്കര കണ്ടുപിടിക്കണം. മക്കളെ ചങ്ങായിമാരെല്ലാം നല്ല കഴിച്ച് അള്ളാൻ്റെ സ്നേഹത്തല്ലേ ആരോട്ട് കൂട്ടുകാർ അങ്ങനെ ബുദ്ധി പണ്ടുണ്ട്. അതുകൊണ്ട് കൂട്ടുന്നങ്ങനെ ഒന്ന് പ്രത്യേകമായി ജാഗ്രത ആക്കിയിട്ട് നല്ല അങ്ങനൊട്ടിಗೆ മാത്രം കൂടുള്ള എല്ലാ കഴിവും ശക്തി എന്താക്കണം മക്കൾക്കു ബോധനാക്കണം. ആ നിലക്കുള്ള ബോധനെല്ലാം ആയിട്ടെങ്കിൽ ഞങ്ങൾ നല്ല അങ്ങോട്ട് ചേരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം നല്ലാവടും മക്കൾ നല്ലാവടും. അതുകൊണ്ട് മക്കളെന്താക്കണം ഭാരി ജാഗ്രത ആക്കുള്ള ഒന്നായിട്ട് മക്കളെ വളർത്തുന്നത്. അതുകൊണ്ട് കൈയുടെ പരമാവധി മക്കൾക്കു ഞങ്ങളെ കൊണ്ടേ മക്കൾ നല്ലാവടും. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ടേ മക്കൾ നല്ലാവടും. കൈയുടെ പരമാവധി ഞങ്ങൾ നല്ലാവുക, മക്കളെ ഇൻഷാ അല്ലാഹ് നല്ലാക്കും. ഞങ്ങളെ മക്കളെ ആഖിറത്തുള്ള ആസ്തി ആക്കുള്ള എല്ലാ കൈവും ശക്തി നീ പ്രദാനം ചെയ്യ റഹ്മാനെ. ഞങ്ങളെ മക്കളെ പഠിച്ചാൽ നീ ഇസ്സത്തിലാക്കല്ല, എല്ലാ മക്കളെ നീ സ്വാലിഹീങ്ങളെ കൊടുത്തലാക്കല്ല. ഞങ്ങളെ നാല് ദുവാണും മുമ്പാട് പ്രത്യേക ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളെ കൊടുത്തലാക്കല്ല. ദുവാറിന് മാത്രമേ ആവില്ല, ദുവാർക്കുമ്പോഴത്തേക്ക് ദുവാ പോലെ ഞങ്ങൾ കൈയുടെ പരമാവധി കൊണ്ട് ഞങ്ങളെ പ്രത്യേകമായി ഞങ്ങളെ മക്കളെ എന്തായെങ്കിലും ഏതിലൊക്കെ ശപ്പിക്കുള്ള ഒരേർപ്പാട് ഞങ്ങളെ ബായിൽ വന്നിട്ടേക്കോ തരാം. എത്ര ഞങ്ങളെ ദുഃഖവർ പാടി ബുൾപ്പിട്ട് പാട്ടി ആരെങ്കിലും ഞങ്ങൾ മക്കൾ എന്താക്കും തരാം. പിന്നെ അല്ലാണ്ട് അനിഷ്ടമായത് ചെന്ന് പോയിട്ടിൽ പിന്നെ അതേപോലെ ആടും. അതുകൊണ്ട് മക്ക ബെടക്കാവോ. കാരണം ഞങ്ങൾ പ്രധാന ഉമ്മം പാപ്പം ആ നിനക്ക് ആ മക്കളെല്ലാം ജാഗ്രത ആക്കിയിട്ട് പഠിച്ചവൻ ഞങ്ങൾ ഒരു സമയം ചെന്ന് പോയി അതെല്ലാം പഠിച്ചവൻ നീ ഇല്ലാണ്ടാക്കി കൊണ്ട് പഠിച്ചവൻ ഞങ്ങളെ മക്കളെല്ലാം നീ സ്വാലിഹ്യങ്ങളെ കൊടുത്തലാക്കുക. അല്ലാ രണ്ട് ലോകത്ത് ഞങ്ങൾ ഉപകാരം കിട്ടുന്ന മക്കളെ കൊടുത്തലാക്കുക റഹ്മാനെ. ഞങ്ങളെ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് ഭൂമിയുടെ മേലും ഭൂമിയുടെ അടിയിലും ഉപദ്രവം ഉണ്ടാക്കണ്ട. അല്ലാഹ് ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.